വണക്കം. ചന്ദ്രനിൽ നിന്ന് ചൊവ്വയിലേക്കും ചൊവ്വയിൽ നിന്ന് നെപ്റ്റ്യൂണിലേക്കും പ്ലൂട്ടോയിലേക്കും പോയതിനു ശേഷം നമ്മുടെ ലുട്ടാപ്പി അണ്ണൻ തിരിച്ചു വന്നതേ ഉള്ളൂ. അതിനിടയിൽ ഇപ്പോൾ അണ്ണനെ മിൽക്കി വേ കടത്തിവിടാനുള്ള ഒരു ശ്രമത്തിലാണ് ട്രോളന്മാർ എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. സംഭവം വേറൊന്നുമല്ല, അതിനുള്ളൊരു വകുപ്പ് അണ്ണൻ ഇന്ന് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ അണ്ണൻ ബാംഗ്ലൂരിൽ ചെന്ന്, അതായത് കർണാടകയിൽ ചെന്നുകൊണ്ട് ഇംഗ്ലീഷിൽ സംസാരിച്ചത് വിശ്വപ്രസിദ്ധമായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അന്ന് അണ്ണൻ്റെ ഇംഗ്ലീഷ് കേട്ടിട്ട് 3 സായിപ്പന്മാർ തലയിറങ്ങി വീണ് എന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. എന്തായാലും അന്ന് ദ ഗവൺമെൻറ് ഓഫ് കർണാടക എന്ന് സംസാരിച്ച നമ്മുടെ അണ്ണൻ ഇന്ന് സഞ്ജു സാംസണെ സ്വീകരിക്കാനായിട്ട് പോയിരുന്നു. നമുക്കറിയാം, നമ്മുടെ കേരളത്തിൻ്റെ, നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമാണ് സഞ്ജു വി സാംസൺ എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഒരുപാട് നാളായിട്ട് സഞ്ജുവിൻ്റെ മോശം പെർഫോമൻസ് കണ്ട് എനിക്കടക്കം സഞ്ജു എപ്പോഴെങ്കിലും നല്ലപോലെ ഒന്ന് പെർഫോം ചെയ്തിരുന്നെങ്കിൽ, നമ്മുടെ കേരളത്തിൻ്റെ യശസ് ഉയർത്തിയിരുന്നെങ്കിൽ എന്ന് പലപ്പോഴായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം സഞ്ജുവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, സഞ്ജു എന്തു ചെയ്താലും സഞ്ജുവിനെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്ന, സഞ്ജുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വലിയ ജനതയാണ് നമ്മുടെ കേരളത്തിലുള്ളത് എന്നുള്ളത് കൊണ്ടാണ്. അത് യാതൊരുവിധ തെറ്റും പറയാനില്ല. ഒരുപാട് ആൾക്കാർ സഞ്ജു കേരളത്തിൻ്റെ ആണോ, സഞ്ജു ഇന്ത്യക്കാണല്ലോ കളിച്ചത് എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിലുള്ള പ്രസ്താവനകളൊക്കെ നടത്തുന്നതുണ്ട്. അങ്ങനെയൊന്നുമില്ല, സഞ്ജു കേരളത്തിൻ്റെ മകൻ തന്നെയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ രാജ്യത്തിലെ ക്രിക്കറ്റിൽ കളിക്കുന്ന എല്ലാ ടീം അംഗങ്ങൾക്കും അവരവരുടേതായിട്ടുള്ള സംസ്ഥാനത്തുള്ള നല്ല കൃത്യവും വ്യക്തവുമായിട്ടുള്ള സപ്പോർട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അതായത് നമ്മുടെ മഹേന്ദ്ര സിംഗ് ധോണി എവിടെ നിന്നാണ് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹേന്ദ്ര സിംഗ് ധോണിക്ക് പറയാനൊരു സംസ്ഥാനം ഉണ്ടായിരിക്കും. അതുപോലെ നമ്മുടെ ബുംറ എവിടെ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പറയാനൊരു സംസ്ഥാനം ഉണ്ടായിരിക്കും. നമ്മുടെ ഹർദിക് പാണ്ഡെ എവിടെ നിന്നാണ് വരുന്നതെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് പറയാനൊരു സംസ്ഥാനം ഉണ്ടായിരിക്കും. ആ സംസ്ഥാനത്തെ സർക്കാർ അകമഴിഞ്ഞ് ഇവരെ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. എന്തായാലും നമ്മുടെ നാട്ടിലെ സർക്കാരും നമ്മുടെ ജനങ്ങളും എന്തുകൊണ്ട് അപ്പോൾ സഞ്ജുവിനെ സപ്പോർട്ട് ചെയ്യാതിരിക്കണം എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതുകൊണ്ട് മാക്സിമം നമ്മളെല്ലാവരും സഞ്ജുവിനെ സപ്പോർട്ട് ചെയ്യുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തായിരുന്നാലും ഇപ്പോൾ സഞ്ജു വേൾഡ് കപ്പ് അടിച്ച് അതും നല്ല ഗംഭീരമായിരുന്നു. അതായത് എന്തൊരു അടിയായിരുന്നു. അതുവരെ കൃത്യമായിട്ട് സഞ്ജു തട്ടി നിന്നിട്ട് സഞ്ജു ഇല്ലെങ്കിൽ ഇന്ത്യ ഈ വേൾഡ് കപ്പ് നേടുക പോലും ചെയ്യില്ല എന്നുള്ളൊരു സിറ്റുവേഷനിൽ കാര്യങ്ങളെ സഞ്ജു വി സാംസൺ കൊണ്ടെത്തിച്ചു. സഞ്ജു ചരിത്ര ലിപികളിൽ, തങ്ക ലിപികളിൽ ആ പേരെഴുതിയിട്ട ശേഷമാണ് സഞ്ജു കേരളത്തിലേക്ക് മടങ്ങുന്നത്. അപ്പോൾ സഞ്ജുവിന് കേരളത്തിൽ ഒരു സ്വീകരണം കൊടുത്തില്ലെങ്കിൽ എങ്ങനെയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ നമ്മുടെ സർക്കാർ ചാടിത്തുള്ളി എഴുന്നേറ്റ് സഞ്ജു വി സാംസൻ്റെ ഒരു സ്വീകാര്യത കൂടെ ഉണ്ട് ഇതിനകത്ത്. അതായത് എല്ലാ ആൾക്കാരും, കേരളത്തിൽ അങ്ങോളമുള്ള ആൾക്കാർ സഞ്ജു വി സാംസണിന് സ്വീകരണം കൊടുത്തു എന്നുള്ളതാണ്. സഞ്ജു വി സാംസണെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഈ ആൾക്കാർ കൂടുതൽ, അതായത് ഫാൻ ബേസ് കൂടുതലുള്ള ആൾക്കാർക്കുണ്ടല്ലോ, നമ്മുടെ കേരള സർക്കാർ പെട്ടെന്ന് സ്വീകരണം കൊടുക്കും. ഇതിൻ്റെ കൂട്ടത്തിലേ ഇത് പറയാൻ പറ്റൂ. അതുകൊണ്ടാണ് പറയുന്നത്, ഹോക്കിക്ക് വേണ്ടി നമ്മുടെ രാജ്യത്തിൻ്റെ യശസ് ഉയർത്തിയ ഒരു വ്യക്തി നമ്മുടെ നാട്ടിലുണ്ട്. അദ്ദേഹത്തിന് സ്വീകരണം കൊടുക്കാനായിട്ട് നമ്മുടെ കേരള സർക്കാർ എത്രത്തോളം കഷ്ടപ്പെട്ടു, അതായത് എത്രത്തോളം പാടുപെട്ടു. കാരണം ഇങ്ങനെ ഒരാൾ ഹോക്കിയിൽ നമ്മുടെ രാജ്യത്തിൻ്റെ യശസ് ഉയർത്തിയിട്ട് നമ്മുടെ കേരളത്തിലേക്ക് വന്നിരിക്കുന്നു എന്ന് നടിക്കുക പോലും, എന്നറിയുക പോലും ചെയ്യാതെയാണ് നമ്മുടെ പിണറായി സർക്കാർ ഇവിടെ ഇരുന്നത്. എല്ലാവരും നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണല്ലോ കളിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് PR ശ്രീജേഷ് എന്നാണ്. നിങ്ങളെല്ലാവരും അറിയും. അദ്ദേഹം ഇവിടെ വന്ന് കുറേ നാൾ കഴിഞ്ഞ ശേഷമാണ് അദ്ദേഹത്തിന് സ്വീകരണം കൊടുത്തത്. ഇതുപോലെ അദ്ദേഹത്തിന് ഉടനെ തന്നെ ഒരു സ്വീകരണം കൊടുക്കാനും നമ്മുടെ സർക്കാർ തയ്യാറായില്ല. അത് ഈ കൂട്ടത്തിൽ നമുക്ക് പറഞ്ഞു പോകണം. അത് ഈ കൂട്ടത്തിലല്ലാതെ വേറൊരു സ്ഥലത്ത് നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും സഞ്ജു വന്നു. സഞ്ജുവിനെ സ്വീകരിക്കാനായിട്ട് നമ്മുടെ ശിവൻകുട്ടി അണ്ണനും നമ്മുടെ റഹീം അണ്ണനും എല്ലാം എന്ത് ചെയ്തു, കൃത്യമായിട്ട് എയർപോർട്ട്, അതായത് വിമാനത്താവളത്തിലെത്തി. വിമാനത്താവളത്തിൽ ഇവരെല്ലാം എത്തിയ ശേഷം നമ്മുടെ റഹീം അണ്ണനെല്ലാം സഞ്ജുവിനെ സ്വീകരിച്ച് സഞ്ജുവിൻ്റെ കൂടെ ഇങ്ങനെ ചേർന്ന് നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് എല്ലാവരും സഞ്ജുവിനെയൊക്കെ പറഞ്ഞയച്ച ശേഷം അതാ വരുന്നു നമ്മുടെ റഹീം അണ്ണൻ ചുറ്റി ഒരുപാട് മാധ്യമങ്ങൾ. മലയാളമാണെങ്കിൽ പൊളിച്ചേനെ, പക്ഷേ ഇത് ഇംഗ്ലീഷായി പോയി. ANA PTA അടക്കമുള്ള മാധ്യമങ്ങൾ വന്നപ്പോൾ അണ്ണൻ അവിടെ നിന്ന് ബബ്ബ അടിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. അണ്ണന് ഭാഷാ പരിമിതിയുള്ള ആളാണ് ഞാൻ എന്ന് അണ്ണൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടല്ലോ. നല്ല അക്ഷര സ്ഫുടതയോടുകൂടി സ്ഫുടം ചെയ്തെടുത്ത മലയാള ഭാഷയിലാണ് അണ്ണൻ പറയുന്നത്. മാനവികതയുടെ ഭാഷ എന്ന് പറയുന്നത് ഏത് ഭാഷയാണ്? ആംഗ്യഭാഷയാണ്. അതുകൊണ്ട് ഭാഷാ പരിമിതിയുള്ള ഞാൻ, എനിക്ക് ഏത് ഭാഷ സംസാരിച്ചാൽ ആൾക്കാർക്ക് മനസ്സിലാകും എന്നുള്ളതിലല്ല, മറിച്ച് മാനവികതയ്ക്ക് ഒരു ഭാഷയേ ഉള്ളൂ. ചെന്ന് കെട്ടിപ്പിടിക്കുക, അവരുടെ കൈ പിടിക്കുക, ഒന്ന് നെറ്റിയോട് ചേർക്കുക, അഭിനയിക്കുക. ഇതാണ് മാനവികതയുടെ ഭാഷ എന്ന് പറയുന്നത്. ആ മാനവികതയുടെ ഭാഷയാണ് ഞാൻ സംസാരിക്കുന്നത് എന്നൊക്കെ പറയുന്ന അണ്ണൻ എന്തിനാ ഇങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പോകുന്നത്? പറ്റുന്ന പണി ചെയ്താൽ പോരെ എന്നാണ് നാട്ടുകാർ മൊത്തം പറയുന്നത്. എന്തായിരുന്നാലും അണ്ണൻ്റെ ഒരു വീഡിയോ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. അണ്ണൻ സംസാരിക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം. കേരള Sanju now become a brand ambassador of Kerala. Oh. So we are very proud. Yeah, especially Keralites rather than at Trivandrum. Yeah. Rather than Trivandrum. On behalf of Trivandrum. On behalf of Trivandrum. My party. Yeah, my party. CPM.
അപ്പോൾ അതാണ് സഞ്ജുവിൻ്റെ കേസ് എന്ന് പറയുന്നത്. സഞ്ജുവിൻ്റെ കേസ് റാദർ ദാൻ കേരള, ബിയോണ്ട് കേരള, റാദർ ദാൻ മൈ പാർട്ടി, എല്ലാ കാര്യത്തിലും നമുക്ക് അതിഭീകരമായിട്ടുള്ള സന്തോഷമുണ്ട് എന്നാണ് നമ്മുടെ AA റഹീം, അഥവാ നമ്മുടെ ട്രോളന്മാർ അദ്ദേഹത്തെ കളിയാക്കി വിളിക്കുന്നത് ലുട്ടാപ്പി റഹീം എന്നാണ്. എന്തായാലും അതിൽ എനിക്ക് അഭിമാനമുണ്ട് എന്നാണ് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ലുട്ടാപ്പി എണ്ണം പറയാറുള്ളത്. അപ്പോൾ അണ്ണനോട് എനിക്ക് ചോദിക്കാനുള്ളത്, എന്തിനാണ് ഇങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കുന്നത്? ഇംഗ്ലീഷ് സംസാരിക്കേണ്ട അണ്ണ, സംസാരിക്കണം. നമ്മുടെ കേരളത്തിലുള്ള അണ്ണനെ ഒന്നും ചെയ്യാമുള്ള കളിയാക്കാനും പോണില്ല. ഇംഗ്ലീഷ് സംസാരിക്കണം. ഭാഷാ പരിമിതി ഉണ്ടെങ്കിൽ ഞങ്ങളങ്ങ് ക്ഷമിച്ചു. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇനി ഞാൻ ഇങ്ങനെ ഒന്നും ചോദിക്കാൻ നിൽക്കുന്നില്ല. അണ്ണ അഡ്വക്കേറ്റ് ആണ്, അണ്ണന് മറ്റേ PhD ഉണ്ട്, അണ്ണന് MA ഉണ്ട്, BA ഉണ്ട്, MBBS ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള ഒരാൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ലേ എന്നൊന്നും ഞാൻ ചോദിക്കില്ല. കാരണം അണ്ണ CPM ആണ്. അതുകൊണ്ട് ചോദിച്ചിട്ട് കാര്യമില്ല. കാരണം CPM കാർക്ക് ഇതൊക്കെ ഉടായ്പ വഴിയിൽ കിട്ടുന്നതാണെന്ന് ഇവിടെയുള്ള നാട്ടുകാർക്ക് എല്ലാം അറിയാം. എന്നിട്ടും ജയിക്കുന്നില്ലേ? അത് മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ. അത് നമ്മുടെ നാട്ടുകാർ അങ്ങനെയുള്ള ആൾക്കാരെ ജയിപ്പിച്ച് വിടുന്നുണ്ടല്ലോ. അപ്പോൾ ഇംഗ്ലീഷ് അറിഞ്ഞാലെന്ത്, ഇംഗ്ലീഷ് അറിഞ്ഞില്ലെങ്കിൽ എന്ത്, ഒരു കുഴപ്പമില്ല. നമ്മുടെ ചിന്താ ജെറോം ഇംഗ്ലീഷ് സംസാരിക്കുന്ന കണ്ടിട്ടില്ലേ? ചിന്താ ജെറോമിന് PhD ഉണ്ട്, എന്നിട്ടും ചിന്താ ജെറോം നല്ല അന്യായമായിട്ട് ഇംഗ്ലീഷിനെ കൊല്ലാക്കൊല ചെയ്യുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തിനു പറയുന്നു? നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു എന്ന് പറയുന്ന ആ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി, ബഹുമാനപ്പെട്ട, അവർ ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ടിട്ടില്ലേ? ഐ ക്യാരി മൈ ഹൗസ് ഓൺ ദ ഹെഡ് എന്നാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത്. അപ്പോൾ ഇംഗ്ലീഷിൽ പരിജ്ഞാനം, ഇപ്പോൾ ബിന്ദു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണ്, അവർക്ക് PhD കാണും. ചിലപ്പോൾ അവർ ഇംഗ്ലീഷ് പിള്ളേർക്ക് ക്ലാസ് എടുക്കുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ അവർ ഓക്സ്ഫോർഡിൽ പോയിട്ട് സായിപ്പന്മാരെ ഇംഗ്ലീഷ് പറഞ്ഞ് ഞെട്ടിച്ചു എന്നൊക്കെ പറഞ്ഞു കാണും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ ഞങ്ങൾ അംഗീകരിച്ചു, ഞങ്ങളതൊക്കെ മറന്നു. പക്ഷേ നിങ്ങളെല്ലാം CPM ആണ്, നിങ്ങളെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് പല തക്കിട തരികിട കാണിച്ചും കിട്ടും. PhD കിട്ടും, MA കിട്ടും, BA കിട്ടും, MBBS കിട്ടും, ഇനി വിമാനം പറത്താനുള്ള ലൈസൻസ് വരെ ചിലപ്പോൾ കിട്ടിയെന്നൊക്കെ ഇരിക്കുക. അതുകൊണ്ട് നമ്മളൊന്നും ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് മലയാളത്തിൽ മാത്രം ദയവ് ചെയ്ത് സംസാരിച്ചാൽ മതി. ഇംഗ്ലീഷിൽ വാ തുറക്കരുത് എന്ന് മാത്രമേ അണ്ണനോട് എനിക്ക് പറയാനായിട്ടുള്ളൂ. ഒരു പ്രശ്നവുമില്ലെന്ന് ഞാൻ വീണ്ടും 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 പറയാണ്. ദയവ് ചെയ്ത് എൻ്റെ പൊന്ന് അണ്ണ ഒന്ന് നിർത്ത് എന്ന് നമ്മുടെ മഞ്ഞളി ടാർസൂസ് പറയുന്നത് പോലെ ഞാൻ അണ്ണനോട് പറയുകയാണ്. അതുകൊണ്ട് അണ്ണൻ മലയാളത്തിൽ സംസാരിക്കും. അപ്പോൾ ശരി.